കൃഷ്ണ ഗുരുവായൂരപ്പ, എല്ലാവർക്കും നമസ്കാരം. ചില പ്രത്യേക നാളുകൾക്ക്, ചില പ്രത്യേക രാശിയിൽപ്പെട്ടവർക്ക് വ്യാഴത്തിൻ്റെ സ്ഥാനം കൊണ്ട് അനുകൂലമായ ഫലം കർക്കിടക മാസത്തിൽ ആർക്കൊക്കെയാണുള്ളതെന്ന് നോക്കാം. പ്രധാനമായിട്ടും രാശികളുടെ പേര് പറയാം. ഇടവൻ രാശി, ചിങ്ങൻ രാശി, തുലാം രാശി, ധനുരാശി, കുംഭം രാശി. ഇവർക്കാണ് സൗഭാഗ്യ സമയം. നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഇടവൻ രാശിയിൽ ഇപ്പോൾ 2ാമത്തെ സ്ഥാനത്താണ് വ്യാഴം നിൽക്കുന്നത്. അപ്പോൾ കാർത്തിക 2, 3, 4 പാദങ്ങൾ, രോഹിണി, മകയിരം 1, 2 പാദങ്ങളിൽ വരുന്ന നക്ഷത്രക്കാർക്ക് നല്ല സമയമാണ്. അതായത് എല്ലാം കൊണ്ടും വളരെ നല്ലൊരു കുടുംബസൗഖ്യവും ധനസൗഭാഗ്യവും ഒക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ് കേട്ടോ. ചിങ്ങം രാശിയിൽ, അതായത് മകം, പൂരം, ഉത്രം ആദ്യത്തെ 1ാമത്തെ പാദം, ഈ നക്ഷത്രങ്ങളുള്ള ചിങ്ങം രാശിയിൽപ്പെട്ടവർക്ക് 11ലാണ് വ്യാഴം നിൽക്കുന്നത്. അപ്പോൾ വളരെ നല്ലൊരു സമയമാണ്. അതായത് ധനപരമായിട്ടാണ് ഇതിൻ്റെ നേട്ടങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരിക കേട്ടോ. ഇനി തുലാം രാശി. തുലാം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിര 3, 4 പാദങ്ങൾ, ചോതി, വിശാഖം 1, 2, 3 പാദങ്ങൾ ഇവയാണ്. തുലാം രാശിക്കാർക്ക് ഇപ്പോൾ 9ലാണ് വ്യാഴം. 9 എന്ന് പറയുമ്പോൾ ഭാഗ്യസ്ഥാനത്താണ് ഇപ്പോൾ വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ ഭാഗ്യമുള്ള അനുഭവങ്ങൾ ധനപരമായിട്ടും ജോലിയിലായാലും എല്ലാം കൊണ്ടും കഴിഞ്ഞ പ്രാവശ്യങ്ങളെ അപേക്ഷിച്ച്, കഴിഞ്ഞ വർഷമൊക്കെ ഒരുപാട് ദുരിതങ്ങളായിരുന്നു. അതിനെ അപേക്ഷിച്ച് ഇപ്പോൾ നല്ലൊരു മാറ്റം. ഇപ്പോൾ ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നവർക്ക് ഒരു ബൂസ്റ്റൊക്കെ വരുന്ന സമയമാണ്. അപ്പോൾ തീർച്ചയായും പോസിറ്റീവായിട്ടുള്ളൊരു സമയമാണ് ഈ ഒരു വർഷം. മാത്രമല്ല, ഈ ഒരു മാസം വളരെ നല്ല അനുഭവമായിരിക്കും ഉണ്ടായിരിക്കുക. ധനുരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ, ധനുരാശിക്കാർക്കും ഈ മാസം വളരെ നല്ലതായിരിക്കും. അപ്പോൾ ധനുരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടം ആദ്യത്തെ 1ാം പാദം. അപ്പോൾ 1ാം പാദമാണ് ആദ്യത്തെ പാദം എന്നാണ് പറയാൻ വന്നത് കേട്ടോ. അപ്പോൾ ധനുരാശിക്കാർക്ക് ഇപ്പോൾ 7ലാണ് വ്യാഴം നിൽക്കുന്നത്. അപ്പോൾ വളരെ നല്ലൊരു സമയമായിട്ടാണ് എല്ലാം കൊണ്ടും പറയപ്പെടുന്നത്. ഇപ്പോൾ വിവാഹമായാലും പ്രണയമായാലും അതുപോലെ തന്നെ എല്ലാ നിലയ്ക്കും വളരെ നല്ലൊരു നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സമയമാണ് കേട്ടോ. ഇനി കുംഭം രാശിയാണ്. കുംഭം രാശിക്കാർക്കും വളരെ നല്ല ഒരു സമയമാണ് കർക്കിടക മാസത്തിൽ. അപ്പോൾ വ്യാഴം 5ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടം 3, 4 പാദങ്ങൾ, ചതയം, പുരുരുട്ടാതി 1, 2, 3 പാദങ്ങൾ ഇവയാണ്. അപ്പോൾ കുംഭം രാശിക്കാർക്കും വളരെ നല്ലൊരു സമയമാണ്. വളരെ കാലമായിട്ട് സന്താനം ഇല്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ സന്താനം ഉണ്ടാവേണ്ട ഒരു സമയമാണ്. അതുപോലെ തന്നെ സന്താനങ്ങളെ കൊണ്ട് വളരെ സന്തോഷം ഉണ്ടാക്കുക, അതുപോലെ മനസ്സിന് ഭയങ്കരമായിട്ട് സന്തോഷം ഉണ്ടായിരിക്കുക, ഒരു ഹാപ്പി മൂഡിലുള്ള ഒരു സമയമാണ് വരാൻ പോകുന്നത്. ഈ പറഞ്ഞ ഫലങ്ങൾ തീർച്ചയായിട്ടും വ്യാഴത്തിൻ്റെ അനുഗ്രഹം കൊണ്ടുള്ള ഒരു ഫലങ്ങളായിരിക്കും. വ്യാഴം ഗ്രഹത്തെ നോക്കി മാത്രമാണ് ഇതിൽ ഫലം പറഞ്ഞത്. ശനിയുടെയോ അല്ലെങ്കിൽ മറ്റുള്ള ഗ്രഹങ്ങളുടെയോ ഒന്നും സ്ഥിതിയോ അതുപോലെ തന്നെ ജാതക സ്ഥിതിയോ ഒന്നും വിലയിരുത്തിയിട്ടില്ല. നമ്മളുടെ യഥാർത്ഥ അവസ്ഥ അറിയണമെങ്കിൽ നമ്മൾ ശരിക്കും ജാതകം കൂടി നോക്കണം ആണ് പറയുക. അത് ഓരോ രാശിക്കാർക്കും വ്യത്യാസമായിരിക്കും. കാരണം ഒരാളുടെ ജനനസമയമായിരിക്കില്ല മറ്റൊരാളുടെ ജനനസമയം. അപ്പോൾ ഓരോരുത്തർക്കും ജാതകം വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നമ്മൾ അതും കൂടി നോക്കിയിട്ട് വേണം ശരിക്കും എല്ലാ ഫലവും പൂർണ്ണമായിട്ട് പറയാൻ. മാത്രമല്ല, ഇപ്പോഴത്തെ ഇതൊക്കെ ഈ വ്യാഴത്തിൻ്റെ സ്ഥാനം പറയുന്നത് ചാരവശാലാണ്. അതായത് ഗ്രഹങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ അവസ്ഥയിൽ, വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ അവസ്ഥയിൽ വ്യാഴത്തിൻ്റെ സ്ഥാനം വെച്ചാണ് പറഞ്ഞത്. ശരിക്കും നമ്മൾ ഒരു ജാതകം നോക്കുമ്പോൾ ഇപ്പോഴത്തെ സമയം പറയേണ്ടത് ഇപ്പോഴത്തെ ദശ നോക്കിയും കൂടിയാണ്
ഇപ്പോൾ നല്ല ദശ നടക്കുകയാണ്. അതുമാത്രമല്ല നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ജാതകമാണെങ്കിൽ അവിടെ ദോഷഫലങ്ങളൊക്കെ കുറഞ്ഞിരിക്കും. അഥവാ ചാരവശാൽ കുറച്ച് ദോഷങ്ങളുണ്ടെങ്കിൽ തന്നെയും അതൊന്നും ഏൽക്കാതെ തന്നെ പോകും. കാരണം ജാതക ഫലം അത്രയും സ്ട്രോങ് ആണ്. ജാതകം വളരെ സ്ട്രോങ് ആണെങ്കിൽ ചാരവശാലുള്ള ഫലം തന്നെ അനുഭവിക്കാണ്ട് പോകുന്നുണ്ട്. അതായത് ചാരവശാൽ മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവൽ കുറവാണ്. വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. ജാതകം നമ്മൾ ഒരാളുടെ ജനനസമയം നമുക്കറിയാം. ഇപ്പോൾ ഇരട്ട കുട്ടികൾ ഉണ്ടാവുകയാണെങ്കിൽ ചിലപ്പോൾ ഇരട്ട കുട്ടികൾക്ക് തന്നെ രണ്ടുപേരും പുറത്ത് വരുന്നത് രണ്ട് സമയത്തായിരിക്കും. അതായത് രണ്ട് സമയയുടെ ഒരു സെക്കൻഡിൻ്റെയോ മിനിറ്റിൻ്റെയോ ഒക്കെ വ്യത്യാസം കൊണ്ട് തന്നെ രണ്ട് പേരുടെയും ജാതകം തന്നെ മാറിപ്പോകുന്ന അവസ്ഥയുണ്ട്. കാരണം നമ്മളിപ്പോൾ ഒരു ജ്യോത്സ്യൻ്റെ കയ്യിൽ ജാതകം കൊടുക്കുകയാണെങ്കിൽ ആ ജ്യോത്സ്യന് നമ്മൾ കറക്റ്റ് സമയം, ഡേറ്റ് ഓഫ് ബർത്ത്, സമയം, എവിടെയാണ് ജനിച്ചത് എന്നുള്ള വിവരങ്ങൾ ശരിക്കും കൊടുക്കണം. എന്നാലേ പഞ്ചാംഗം നോക്കി കറക്റ്റ് ഒരാളുടെ സവിശേഷതകൾ പറയാൻ പറ്റും. അതുകൊണ്ടാണ് നമുക്ക് ചാരവശാലുള്ള ഫലം തന്നെ ആശ്രയിച്ച് എപ്പോഴും നമ്മൾ പറയാൻ പറ്റില്ല എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ചാരവശാൽ വ്യാഴം അനുകൂലമാകുമ്പോൾ വളരെ കഷ്ടപ്പാടുള്ള ജാതകത്തിലാണെങ്കിൽ പോലും ചാരവശാലുള്ള ഫലങ്ങൾ അനുകൂലമാകുമ്പോൾ, വ്യാഴം അനുകൂലമാകുമ്പോൾ നല്ല ഫലങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാരവശാൽ വ്യാഴം അനുകൂലമാണെന്നുണ്ടെങ്കിൽ വ്യാഴം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രഹമാണ്. അതായത് ഇപ്പോൾ പറയുന്ന നമ്മൾ ജ്യോതിഷം നോക്കാൻ ഉപയോഗിക്കുന്ന ഗ്രഹങ്ങളിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഗ്രഹമാണ് വ്യാഴം എന്ന് പറയുന്നത്. അത്രയും പ്രഭയുണ്ട്. മാത്രമല്ല മറ്റുള്ള ഗ്രഹങ്ങളെയൊക്കെ നിർവീര്യമാക്കാൻ പോകുന്ന അത്രയും സ്ട്രെങ്ത്തുള്ള ശരിക്കും ബൃഹസ്പതിയാണ് വ്യാഴം. അത് മാത്രമല്ല സാക്ഷാൽ ഗുരുവായൂരപ്പൻ, ഈശ്വരാധീനം, ഇതൊക്കെ പറയുന്നത് നമ്മൾ ചാരവശാൽ വ്യാഴത്തിൻ്റെ പൊസിഷൻ ഇപ്പോൾ എവിടെയാണെന്ന് നോക്കിയിട്ടാണ്. അപ്പോൾ അതുമാത്രമല്ല ജാതകപ്രകാരം നമ്മൾ ഈശ്വരാധീനം നോക്കും, അത് വേറെ കാര്യം. ഇപ്പോൾ ഈശ്വരാധീനം ഉണ്ടോ, ഇപ്പോൾ ഈശ്വരാധീനമുള്ള സമയമാണോ എന്ന് നോക്കുന്നത് വ്യാഴം എവിടെയുണ്ടെന്ന് നോക്കിയിട്ടാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വ്യാഴത്തിൻ്റെ ഒരു സ്ട്രെങ്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇപ്പോൾ ജാതകവശാൽ വളരെ മോശം സമയമാണെങ്കിൽ പോലും വ്യാഴം അനുകൂല സ്ഥലത്താണ് ചാരവശാലുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് വളരെ നല്ലൊരു ഫലം അനുഭവിക്കാനായിട്ട് പറ്റും. ചിലർക്ക് നേരെ തിരിച്ചും ഉണ്ടാവാറുണ്ട്. അതായത് അത്രയും മോശം സമയമാണെങ്കിൽ വ്യാഴം അനുകൂലമാണെങ്കിലും ചിലപ്പോൾ മോശം അനുഭവിക്കാറുണ്ട്. അത് ദശ നോക്കിയിട്ടാണ് കേട്ടോ. അത്ര മോശം ദശയായിരിക്കണം എങ്കിൽ ചിലപ്പോൾ ഒന്നും ഏൽക്കാണ്ട് പോകും. ചിലർക്ക് ജീവിതത്തിലുള്ള ഭാഗ്യങ്ങളൊക്കെ തടസ്സം വരുത്താൻ മാത്രമുള്ള ചിലതരം യോഗങ്ങളുണ്ടായിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ അങ്ങനെയുള്ള ഒരു യോഗങ്ങളോ അല്ലെങ്കിൽ എന്താണ് ആ യോഗം, അത് നിങ്ങൾക്കുണ്ടോ എന്നൊക്കെ അറിയണമെങ്കിൽ വ്യക്തമായിട്ടുള്ള ജാതക പരിശോധന ഒരു നല്ല ജ്യോത്സ്യൻ്റെ അടുത്ത് പോയിട്ട് നടത്തേണ്ടതാണ്. പിന്നെ പലരും പുച്ഛിക്കുന്ന ഒരു കാര്യമാണ് ജ്യോതിഷം എന്ന് പറയുന്നത്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പണ്ട് ഞാൻ പുച്ഛിച്ചിരുന്നു. അപ്പോൾ എനിക്ക് അനുഭവങ്ങൾ വന്നപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ജാതകം നോക്കാൻ എൻ്റെ അച്ഛനെ അറിയായിരുന്നു. അച്ഛൻ ജ്യോത്സ്യനായിരുന്നു. അപ്പോൾ അച്ഛന് ജ്യോതിഷം അറിയായിരുന്നു. അപ്പോൾ അച്ഛൻ നോക്കി പറയാറുള്ളപ്പോൾ ആ ഫലങ്ങൾ തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത്. എൻ്റെ ജീവിതത്തിലെ എൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അച്ഛൻ മുമ്പേ പ്രവചിച്ചു വെച്ചിരുന്നു. അതുപോലെ തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ ഇതുവരെ സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ എപ്പോഴായാലും എന്തും മുൻകൂട്ടി കാണുന്നുണ്ട്. പലതും പക്ഷെ അങ്ങനെ പറയാൻ പറ്റില്ല. പലതും ഭഗവാന്റെ ഇൻ്റർവെൻഷൻ കാരണം മാറിപ്പോയ സാഹചര്യങ്ങളുമുണ്ട് ചില കാര്യങ്ങൾ. പക്ഷെ പല അനുഭവങ്ങളിൽ വന്നപ്പോൾ ഞാനും ഈ ജ്യോതിഷത്തെ പുച്ഛിക്കുക എന്നുള്ള ആറ്റിറ്റ്യൂഡ് വിട്ടിട്ട് അതൊരു ശാസ്ത്രമാണെന്ന് മനസ്സിലാക്കി അത് പഠിക്കാൻ തുടങ്ങി. പണ്ട് എൻ്റെ അച്ഛനും ഇതുപോലെ ജ്യോതിഷത്തെ പുച്ഛിച്ചിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതിന് ശേഷമാണ് അച്ഛൻ്റെ അനുഭവങ്ങൾ വന്നപ്പോൾ അച്ഛൻ പഠിക്കാൻ തുടങ്ങി. എന്നിട്ട് അച്ഛന് വളരെ നല്ല ഒരു രീതിയിൽ ജ്യോതിഷം പറയാനും അതിനുള്ളൊരു വിശ്വാസവും കഴിവുമൊക്കെ ഉണ്ടായി.
പിന്നീട് ഞാൻ എൻ്റെ ചെറുപ്പത്തിൻ്റെ ആ ഒരു ആവേശത്തിൽ വളരെ പുച്ഛിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എനിക്കും അനുഭവങ്ങൾ വന്നപ്പോൾ ഞാനും ജ്യോതിഷത്തെ വിശ്വസിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാനും അച്ഛൻ്റെ പാതയിൽ പഠിക്കാൻ തുടങ്ങി. അപ്പോൾ ജ്യോതിഷത്തെ ആരും പുച്ഛിക്കാനോ കളിയാക്കാനോ ഒന്നും പോകണ്ട. അഥവാ നമുക്ക് ഒരു പുച്ഛിക്കണമെന്ന് തോന്നിയാൽ ഇഗ്നോർ ചെയ്യുക. നമ്മളൊന്നും കമൻറ്റ് ചെയ്യണ്ട. അതായിക്കോട്ടെ, മറ്റൊരുപാട് പേര് വിശ്വസിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഒരുപാട് പേര് വിശ്വസിക്കുമ്പോൾ അതിലെന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ നമ്മൾ മൈൻഡ് വയ്ക്കണ്ട. എന്തെങ്കിലും ആയിക്കോട്ടെ, ആരെങ്കിലും നോക്കിക്കോട്ടെ, ഞാനതിനെ കളിയാക്കാനൊന്നും പോകണ്ട, അങ്ങനെ വിചാരിച്ച് നടക്കുക. അതുപോലെ ഈശ്വരനെ ആയാലും നമ്മൾ മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യേണ്ട. അവരെന്തെങ്കിലും വിശ്വസിച്ചോട്ടെ, നമ്മൾ ചോദ്യം ചെയ്യാനോ കളിയാക്കാനോ പോകണ്ട. അത് ഓരോരുത്തരുടെ വിശ്വാസം. അത് ഏത് മതമായാലും ജാതി ആയാലും അല്ലെങ്കിൽ അതൊക്കെ ഓരോരുത്തരുടെ ഒരു കമ്മ്യൂണിറ്റി വിശ്വസിക്കുന്നുണ്ടല്ലോ. ജ്യോതിഷത്തിലായാലും ഈശ്വരനിലായാലും ഏത് മതത്തിലായാലും. അപ്പോൾ അവരുടെ വിശ്വാസം അതിലൊക്കെ എന്തെങ്കിലും കാണും. നമ്മൾ പുച്ഛിക്കാനോ കളിയാക്കാനോ പോകണ്ട. നമ്മൾ നമ്മുടെ കാര്യം നോക്കി നമ്മൾ വിശ്വസിക്കുന്ന ഈശ്വരനെ പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ ഈശ്വര വിശ്വാസം ഇല്ലാത്തവരാണെങ്കിൽ അങ്ങനെ തന്നെ തുടർന്നോളൂ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അങ്ങനെ അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.